ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ താരമാരെന്ന് ചോദിച്ചാൽ പറയുക ബുദ്ധിമുട്ടായിരിക്കും. നിരവധി താരങ്ങൾ വിവിധ ഇൻഡസ്ട്രികളിലുണ്ട്. ഏകദേശം 15 വർഷം മുമ്പ് വരെ 100 കോടി കളക്ഷൻ എന്നാൽ വൻ തുകയായിരുന്നു. പിന്നീട് ഏതൊരു സിനിമയുടെയും വിജയത്തിന്റെ അടയാളമിട്ട് കൂടിയാണ് 100 കോടി ചിത്രങ്ങളെ കണ്ടുവരുന്നത്. എന്നാൽ ഷാറുഖ് ഖാനും രജനീകാന്തുമെല്ലാം പിന്നിൽ നിൽക്കുന്ന തരത്തിൽ മെഗാ പ്രതിഫലം വാങ്ങിയ ഒരു സൂപ്പർ താരം ബോളിവുഡിലുണ്ട്. ഈ പ്രതിഫല നേട്ടം പലർക്കും ഇപ്പോഴും മറികടക്കാൻ പോലും സാധിച്ചിട്ടില്ല. ഒരു ചിത്രത്തിനായി റെക്കോർഡ് പ്രതിഫലമാണ് ഈ സൂപ്പർ താരത്തിന് ലഭിച്ചത്. 2016 ഒരു പ്രമുഖ ബോളിവുഡ് ചിത്രത്തിൽ അഭിനയിച്ചതിന് 275 കോടിയാണ് ഈ സൂപ്പർ താരത്തിന് ലഭിച്ചത്. സാക്ഷാൽ ആമിർ ഖാനാണ് ഈ സൂപ്പർ താരം. ബോളിവുഡിലെ പല കോടി ക്ലബ്ബുകളും ആദ്യമായി തുറന്ന് ആമിറാണ്. ഗജനിയുടെ 100 കോടി കളക്ഷൻ നേടുന്ന ആദ്യ ചിത്രമൊരുക്കിയത് ആമിറാണ്. 3 ഇഡിയറ്റ്സിലൂടെ ആമിർ ഖാൻ 200 കോടി ക്ലബിലുമെത്തി. ബോളിവുഡിലെ ആദ്യത്തെ 200 കോടി ചിത്രമാണിത്. 250 കോടി ആദ്യമായി പിറക്കുന്നത് ധൂം 3 എന്ന ആമിർ ഖാൻ ചിത്രത്തിലൂടെയാണ്. PK എന്ന ചിത്രത്തിലൂടെ 300 കോടി ക്ലബും ആമിർ ആരംഭിച്ചത്. ആഗോളതലത്തിൽ 1000 കോടി നേടുന്ന ആദ്യ ചിത്രമായി ആമിറിന്റെ തന്നെ ദംഗൽ മാറിയിരുന്നു. ഇന്ത്യയിൽ ഒരു താരത്തിനും 275 കോടി പ്രതിഫലം ഒരു സിനിമയിൽ ലഭിച്ചിട്ടില്ല. ആമിറിന് ദംഗലിൽ അഭിനയിച്ചപ്പോഴാണ് റെക്കോർഡ് പ്രതിഫലം ലഭിച്ചത്. 2017 ദംഗൽ റിലീസ് ചെയ്തത്. 700 കോടിയോളം വേൾഡ് വൈഡ് കളക്ഷൻ ചിത്രം ആദ്യം റിലീസ് ചെയ്തപ്പോൾ നേടിയിരുന്നു. ഇന്ത്യയിൽ നിന്ന് 387 കോടിയുടെ നെറ്റ് കളക്ഷനും ചിത്രം സ്വന്തമാക്കി. എന്നാൽ ചൈനയിൽ ഇത് റിലീസ് ചെയ്തതോടെയാണ് ഗ്ലോബൽ സെൻസേഷനായി ചിത്രം മാറിയത്. എക്കാലത്തെയും വലിയ ഹിറ്റായി ചിത്രം മാറുകയായിരുന്നു. 2000 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ മൊത്തം കളക്ഷൻ. ചിത്രത്തിനായി ആമിറിന്റെ പ്രതിഫലം വെറും 35 കോടി രൂപയായിരുന്നു. അതേസമയം പ്രതിഫലത്തിന് പുറമെ ലാഭവിഹിതം നൽകാമെന്നും നിർമ്മാതാക്കൾ നേരത്തെ അറിയിച്ചിരുന്നു. 100 കോടി രൂപയാണ് ചിത്രം വിജയിച്ചതോടെ ആമിറിന് ലാഭത്തിൽ നിന്ന് ലഭിച്ചത്. എന്നാൽ ചൈനയിലെ വൻ വിജയത്തിന് പിന്നാലെ 140 കോടി രൂപ ആമിറിന് പ്രതിഫലമായി ലഭിച്ചു. ഇതോടെ 275 കോടിയാണ് മൊത്തത്തിൽ ലഭിച്ചത്. ദംഗൽ ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി മാറിയിരുന്നു. ദംഗലിന് ശേഷം സീക്രട്ട് സൂപ്പർ സ്റ്റാർ ആണ് ആമിറിന്റേതായി റിലീസ് ചെയ്യുന്നത്. ഇതിൽ ആമിർ പ്രധാന വേഷത്തിലായിരുന്നില്ല. എന്നാൽ ആമിറിന്റെ സാന്നിധ്യം ചിത്രത്തിന് വലിയ നേട്ടങ്ങൾ സമ്മാനിച്ചു. ചൈനയിൽ വൻ ഹിറ്റാവുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം ആമിറിന് കഷ്ടകാലമാണ്. തഗ്സ് ഓഫ് ഹിന്ദുസ്ഥാൻ, ലാൽ സിംഗ് ചദ്ദ എന്നീ 2 വൻ ഫ്ലോപ്പുകളാണ് കരിയറിൽ ആമിർ നേരിട്ടത്. ഇതോടെ താരം ഒരു ഇടവേള എടുത്തിരിക്കുകയാണ്. കൂടുതൽ ഊർജ്ജസ്വലനായി പുതിയ വ്യത്യസ്തങ്ങളായ സിനിമകളുമായി നമ്മുടെ മുന്നിലേക്ക് എത്താൻ വേണ്ടി പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്.